ആ ഇമ്പൾസീവ് മൂവ്മെന്റിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. ആ ഇമ്പൾസീവ് മൂവ്മെന്റ് പോയി നോക്കി കഴിഞ്ഞാൽ സംഭവം കിട്ടും. കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമായിരിക്കും അത്. സിനിമ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ധൈര്യമായിട്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലാണ് ട്രയൽ ചെയ്തോട്ടോ. 25-ലല്ല, ഇത് ഓപ്പൺ ആക്കിയിട്. ഓപ്പൺ ആക്കിയിട് ടാർഗറ്റ് ഓപ്പൺ ആക്കിയിട്. ട്രയൽ 100 വിപ്പ് കളക്ട് ചെയ്തില്ലേ? 100ന്റെ അടുത്തായിട്ടുണ്ടാവും അല്ലേ? 110 ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇത് ക്യാൻഡിലൊന്ന് ക്രോസ് ചെയ്യട്ടെ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മറിച്ച് അതിന്റെ താഴെ കൊണ്ടുവന്നിട്ട് വയ്ക്കാം. ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ വയ്ക്കാം. 30 മിനിറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് താഴ്ത്തിക്ക് ഇറങ്ങിയിട്ട് വീണ്ടും പോവാം. ഈ ക്യാൻഡിലിന്റെ ലോ എടുത്തിട്ട് മുകളിലേക്ക് പോവാം. ഇത് തോന്നുന്നു കാരണം ബ്രേക്ക് ചെയ്യണമെങ്കിൽ. ഇപ്പൊ എന്താ പറയാ, 110 ആയിട്ടുള്ളൂ. ചെറിയൊരു ഇപ്പൊ റിജക്ഷൻ കിട്ടി. 130. ഓക്കെ ശരിക്കും 130 ഈ ക്യാൻഡിൽ നോക്കി. ഈ ക്യാൻഡിൽ ചിലപ്പോൾ കാരണം ഇത് ഇവിടെ നിന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ എന്തായാലും SL പ്രൊട്ടക്ട് ചെയ്യും. ഐ മീൻ SL പ്രൊട്ടക്ട് ചെയ്യുന്ന വെച്ചാൽ ട്രേഡ് പ്രൊട്ടക്ട് ചെയ്യും. ഈ KTSL കൂടെ കൊണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഇത്രയും മൂവ് ചെയ്തോട്ടെ. അപ്പോൾ അത് ഒരിക്കലും വന്ന് തിരിച്ചു എക്സിറ്റ് ആവാനുള്ള സമയം 100 വിപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതവിടെ നടക്കട്ടെ. അത് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ നോക്കിയാൽ മതി. നമുക്ക് എന്താ ഇതിലേക്ക് പോവാം. അപ്പോൾ ഈ ആഴ്ച നമുക്ക് എന്ത് സംഭവിച്ചിരുന്നു? ഒരു അതിഗംഭീരമായ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഫെഡ് എന്ത് ചെയ്തു? തേങ്ങ ഉടച്ചു ഇല്ലേ? ഫെഡ് എന്താ തേങ്ങ ഉടച്ചത്? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ന്യൂസിന്? ഇത് നോക്കിയിട്ടുണ്ടായില്ലേ അല്ലേ? ന്യൂസ് എന്ന് പറഞ്ഞപ്പോ ആകെ നോക്കിയിരുന്ന പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു. കുറച്ചു അതിന്റെ കാണുന്നു കേട്ടോ. അതിന്റെയും കാണുന്നു. ഓക്കെ, എന്തായാലും മ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് പോവാം. അനാലിസിസിൽ പോകാം. വീക്കിലി അനാലിസിസിൽ പോകാം. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കോട്ടിലേക്ക് തുടങ്ങാം. ഇന്നത്തെ കോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദ ഓൾഡർ യു ആർ ഇൻ ദ മാർക്കറ്റ്, ദ മോർ യു സ്റ്റാർട്ട് ഷിഫ്റ്റിംഗ് യുവർ ഫോക്കസ് ഫ്രം സ്ട്രാറ്റജി ടു സൈക്കോളജി. ഇവിടെ ഇരിക്കുന്ന ആളുകളിലൊക്കെ ഒരുവിധം എല്ലാവർക്കും ആ ഒരു അനുഭവം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്താണ്? നിങ്ങൾ മാർക്കറ്റിൽ പഴകും തോറും എന്താണ്, നിങ്ങൾ സ്ട്രാറ്റജിയിൽ നിന്ന് നിങ്ങൾ സൈക്കോളജിയിലേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും. അതായത് സ്ട്രാറ്റജീനെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തുടക്ക കാലഘട്ടത്തിൽ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്ക് വേണ്ടിയായിരുന്നു ഇവിടെ ആളുകൾ കൂടുതലും എത്തിയിരുന്നത്. ഇപ്പൊ അത് സ്ട്രാറ്റജിയിൽ നിന്ന് പതുക്കെ മാറി സൈക്കോളജിയിലേക്ക് കടന്നിട്ടുണ്ട്. അത് സൈക്കോളജി ഇംപ്രൂവ് ആയതിന്റെ ഗുണങ്ങൾ ഇവിടെ പലർക്കും ഉണ്ട് അല്ലേ? ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. പലർക്കും എന്നല്ല, ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. ആർക്കൊക്കെ ഉണ്ട്? ഒന്ന് കൈപ്പൊന്നിച്ച്. ഇഷ്ടം പോലെ ആളുകൾക്ക് ഉണ്ടാവണം. ആകെ 3 ആൾക്കുണ്ടായുള്ളൂ. 4, 5, 6, 7, 8, 9, 10. കാരണം ഞാൻ സൈക്കോളജിക്കലായുള്ള ചേഞ്ചാണ് പറഞ്ഞത്. ട്രേഡിങ്ങിനെ നോക്കി കാണുന്നതിൻ്റെ 12 പേര് 13. ഓക്കെ, എനിവേ 10-13 പേരുകൾ കൈപൊന്തിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാത്തതാണോ അതോ ഇതുവരെ ഇപ്പോഴും സ്ട്രാറ്റജിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പഴകും തോറും നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. എന്ത് സ്വഭാവത്തിൽ? സ്ട്രാറ്റജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സൈക്കോളജിയിലേക്ക് ഫോക്കസ് ചെയ്യും. അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിന്നിങ് റേറ്റ് അതിഭീകരമായി കൂടും. ഒരുപാട് ആളുകൾക്ക് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ വിന്നിങ് റേറ്റ് ഒരുപാട് ഇതിൽ കൈപൊന്തിച്ചിരിക്കുന്ന കുറേ ആളുകൾക്ക് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ടെക്നിക്കൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫണ്ടമെന്റൽ എന്നതൊക്കെ പറയുന്ന നമുക്ക് എന്താണ്, നമുക്കൊരു ട്രേഡ് എടുക്കാനുള്ള ടൂൾസാണ്. ആക്ച്വലി ടൂൾസാണ്. നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതായത് നമ്മുടെ സൈക്കോളജിയാണ്. അപ്പോൾ ഗ്രൗണ്ടിനെ എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ ഗ്രൗണ്ടിൽ ഉറച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് പേര് 13 പേര് കൈപൊന്തിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇനി മുന്നോട്ട് പോട്ടെ എന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ബാക്കിയുള്ള ആളുകൾക്ക് അർത്ഥം മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക, സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ വരിക, സ്ട്രാറ്റജി പതുക്കെ അതോടൊപ്പം തന്നെ വന്നോളൂ. ഓക്കെ, പിന്നെ ഇന്നത്തെ അനാലിസിസ് ആയിരുന്നു. ഒരു 3 ദിവസം ഞാൻ അനാലിസിസ് 3 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 ദിവസം ഉണ്ടാവാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരുവിധം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയി എടുക്കാനുള്ള ഇതിലെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുറേ ട്രേഡുകളൊക്കെ ഞാൻ ഇന്ന് കാലത്താണ് ഞാൻ സിസ്റ്റം ഓപ്പൺ ചെയ്തത്.
ആ ഒരു സമയത്ത് കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ട്രേഡ് എടുത്തിട്ടത് കണ്ടു. എന്തായാലും അത് സന്തോഷമുണ്ട്. കാരണം ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നുള്ള രീതിയിൽ. ഇന്ന് കാലത്ത് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്ന് പറഞ്ഞു. ചിലപ്പോഴൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടാവും, ഇവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. വീണ്ടും ഇതൊരു പെർഫെക്റ്റ് സ്ട്രാറ്റജി നമ്മുടെ വർക്ക് ആവുന്നുണ്ട്. ഇവിടെ ആ ഒരു സമയത്താണെങ്കിൽ, ഞാൻ അനാലിസിസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയേനെ. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ് വരിക. വലിയൊരു ടാർഗറ്റും കിട്ടിയേനെ. എനിവേ വിഷമിക്കാനൊന്നുമില്ല. തിരിച്ചിറങ്ങിയത് നമുക്ക് വീണ്ടും ഒരു ടാർഗറ്റ് എത്താനാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്, ഇല്ല എന്നല്ല. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ആ സമയത്ത് അവൈലബിൾ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് രീതിയിൽ ഉപകാരപ്പെട്ടിരുന്നു എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഷെല്ലി പറയും. ഷെല്ലി അനാലിസിസ് നോക്കിയിരിക്കുന്ന ആളാണ്. എനിക്കറിയാം. പറയും. ഞാനിന്ന് ഇപ്പൊ ആ പറഞ്ഞ ട്രേഡിൽ ഞാൻ അനാലിസിസ് വരുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം ഇത് മുകളിൽ റെസിസ്റ്റൻസ് ഉള്ളായിരുന്നു. അനാലിസിസ് കണ്ടപ്പോ പിന്നെ ഒരു ധൈര്യം. ഹോൾഡ് ചെയ്യണ്ട, അപ്പോഴും ഹോൾഡ് ചെയ്യണ്ട. ഇല്ല, അത് എക്സിറ്റ് ചെയ്തു. ഒരു എക്സിറ്റ്. അല്ല, ഷെല്ലി സനുവിനെ ഭീഷണിപ്പെടുത്തേണ്ടതെന്ന് തോന്നുന്നുണ്ട്. അനാലിസിസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സനു ആകുമ്പോൾ ടെൻഷൻ അടിക്കും. അപ്പൊ സനു ടെൻഷൻ ആവും. അനാലിസിസ് വരും പറഞ്ഞിട്ട്. ഓക്കെ. അല്ലട്ടോ, കാരണം എനിക്കറിയാം നമ്മൾ കുറേ ആളുകൾ ഔട്ട്സൈഡ് കുറേ ആളുകൾ എടുക്കുന്നുണ്ട് നമ്മുടെ അനാലിസിസ് വെച്ചിട്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ഔട്ട്സൈഡുള്ള കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട് നമ്മുടെ അനാലിസിസ് വെച്ചിട്ട്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അനാലിസിസ് ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നോ? എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ? നെഗറ്റീവായോ പോസിറ്റീവായോ നെഗറ്റീവായോ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നോ? ഹെൽപ്പല്ല, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായോ? ഇത് നോക്കിയിട്ടില്ല ആരാള്? ഞാൻ കേട്ടിരുന്നത് ഏകദേശം ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് ചാർജിലേക്കും പോയിട്ടില്ല. ഓക്കെ. എങ്ങനെ സിനാൻ പറയും? സിനാൻ കൈവന്നിട്ടുണ്ട്. സിനാൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഉഷാറാവും, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കും. പറയും. എനിക്ക് ഓയിലിന് ഉപകാരമായിരുന്നു. ഓയില് സാറ് പറഞ്ഞ ഒരു ഏരിയ കണക്കാക്കി ഞാൻ നല്ലൊരു ട്രേഡ് എടുത്തായിരുന്നു രാവിലെ. നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഓയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനാലിസിസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഓയിലിലേക്ക് പോകണം. നമുക്ക് ഓയിലിലേക്ക് ഇപ്പൊ സിനിമ വെറും ഓയിലിന്റെ ആളായില്ലേ? ഓയിൽ കറക്റ്റ് സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണോ ഇതെടുത്ത്? അവിടുന്ന് ഫസ്റ്റ് മുകളിലത്തെ രണ്ടും എടുത്തു. ഇതെടുത്തോ? ഇത് കിട്ടിയില്ല. ഇത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇത് ഇതിൽ വന്നിട്ട് ഇത് ഇതിൽ വന്നിട്ട് പക്ഷെ ഫുള്ള് എടുത്തത് ഇല്ല. അതിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എടുത്തോ? ഇത് ഞാൻ വരച്ചൊന്നും ക്ലിയർ ആയിട്ടല്ല കേട്ടോ ഞാൻ വരച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയില്ലേ? കറക്റ്റ് കിട്ടിയില്ലേ? ഇത് വരച്ച് ഇതിന്ന് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയില്ല. ഇതിന്ന് പക്ഷെ മോളിക്കേ പോകും. അത് എടുത്തുക്കണം അല്ലേ? ഓയിൽ ഏറ്റവും ആളായിട്ടുണ്ട്. ഓയിലിന്റെ ഒരു കാര്യം എന്ന് പറയാം, ഞാൻ പൊളിറ്റിക്കലി കാര്യങ്ങളൊന്നും പറയുന്നല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും പറയുന്നല്ല. കാരണം ഓയില് നമ്മൾ അറിയാലോ, പെട്രോളിന്റെയും കാര്യങ്ങളൊക്കെ അറിയാലോ. ഇതൊന്നും ഇത്രയും ഉയർന്ന ഇതിൽ നിന്നിട്ട് ഓയിൽ വലിയൊരു വീഴ്ച വന്നിരിക്കും. വലിയ വീഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സപ്പോർട്ടിലാണ് ഇപ്പോൾ ഓയിൽ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീക്കിലി അനാലിസിസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിൽ നിൽക്കുന്ന വലിയൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ആ സപ്പോർട്ട് എടുത്തിട്ട് ഓയിൽ മുകളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പല ടൈമിൽ സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ് ഇവിടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ഇതിൽ നിൽക്കുന്ന സമയത്ത് ഓയിലിന് ഉണ്ടായ വില തന്നെയാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തുന്ന സമയത്ത്, അതായത് 68ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 65ലേക്ക് വന്നിട്ടും ഓയിലിന്റെ വിലയൊന്നും കുറച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഓയില് ചെറുതായിട്ട് അപ്സൈഡിലേക്ക് ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ റെസിസ്റ്റൻസ് വരെ എത്തിയേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് ആണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഓയിലും പറഞ്ഞൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 1 2 ട്രേഡ് കിട്ടിയിട്ടുണ്ടല്ലേ? ഞാനത് പറയാൻ പറ്റും.
അതുവരെ ഞാൻ ഗോൾഡ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഓയിലിനെതിരെ ഞാൻ വിട്ടു. വേറെ ആരെങ്കിലും ഓയിൽ നോക്കുന്നുണ്ടോ? വേറെ ആരോ നോക്കിയിരുന്നുണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഓയിൽ നോക്കുന്നുണ്ടോ? ഞാനിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇതില് ഇപ്പൊ ഞാൻ ഈ ട്രേഡ് റൂട്ടിന്റെ ഇതില് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തല്ലേ അല്ലേ? ശ്രേയസ് ഇപ്പൊ നോക്കുന്നുണ്ടോ? ഓയിൽ നോക്കുന്നുണ്ടോ? നോക്കാറുണ്ട്. അതെ, ഉണ്ട് സാർ. ശ്രേയസ് എന്താണ് ഏത്? ശ്രേയസ്? അപ്പൊ അല്ല, ഞാൻ ഇവിടെ ശ്രേയസ് കൈ ബന്ധിച്ചിട്ടുണ്ട്. ഓയിലില് ഞാൻ ഇപ്പൊ നോക്കുന്നുണ്ട് സാർ, എനിക്കും ട്രേഡ് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലേ? ഞാനിപ്പോ നേരത്തെ ഇപ്പൊ ഷാജഹാനോട് പറഞ്ഞില്ലേ, അതേ കാര്യം ദേ ഇവിടെയും സംഭവിച്ചിരിക്കുന്നുണ്ടോ? കണ്ടിരുന്നോ? നേരത്തെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമ്മളിപ്പോ അതിന്റെ മുന്നിലുള്ള ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ട്രെൻഡ് ലൈൻ ആയിരിക്കും. 50 മിനിറ്റ്സിലുള്ള 5 മിനിറ്റ്സിലുള്ള ട്രെൻഡ് ലൈനാണ് അത്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞു. ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രെൻഡ് വരുന്ന സമയത്ത് ഒന്ന് നോക്കുക കേട്ടോ. ഒരു ചെറിയ അത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും പുതിയ ആളുകൾക്ക്. പഴയ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് ഭയങ്കര ഒരു ടിപ്പായിരിക്കും അല്ലേ സിനാനെ? പുതിയ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. പുതിയ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പോൾ കുറെ ട്രേഡുകൾ പോകും. അല്ലെങ്കിൽ വരച്ചിച്ചൊരു തഴക്കം പഴക്കം വന്ന ആളുകൾക്കായിരിക്കും ഇത് വരിക. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് വീണ്ടും അപ്രോച്ച് ചെയ്യാൻ മുകളിലോട്ട് തന്നെ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുകളിലോട്ട് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. 71.40 മുകളിൽ എന്ന് പറഞ്ഞാൽ 71.49, 80, ചിലപ്പോൾ 72 വരെയൊക്കെ എത്താം. ഇതും വേണമെങ്കിൽ എടുത്ത ആളുകൾക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്ത് പോവാം. വേണമെങ്കിൽ ട്രയൽ ചെയ്ത് പോവാം. ഓക്കെ, പ്രോഫിറ്റ് എനിക്ക് അത്ര പ്രോഫിറ്റ് കിട്ടിയില്ല, ഇത്ര പ്രോഫിറ്റ് കിട്ടില്ല. ഇതിന്നും വേണമെങ്കിൽ മുകളിൽ താഴത്തേക്കുള്ള ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോ അങ്ങനെയും വരില്ലേ? കൗണ്ടർ അല്ലേ? കൗണ്ടർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി, ഇതാണല്ലോ 50 മിനിറ്റ്സിന്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിയണമെങ്കിൽ ഇതല്ലേ? അതാണല്ലോ. ചെറിയ ടൈം ഫ്രെയിമിൽ പോയാലോ? ചെറിയ ടൈം ഫ്രെയിമിൽ പോയാലും കിട്ടായിരിക്കാം. കിട്ടില്ല എന്നില്ല, ഞാനത് നോക്കിയില്ല. ഞാൻ 50 മിനിറ്റ്സിന്റെ പറഞ്ഞു. ചെറിയ ടൈം ഫ്രെയിമിൽ പോയാലും അപ്പോഴും കൗണ്ടർ എന്നുള്ളത് ഇത് വേണം. കാരണം നമുക്ക് ഇവിടെ മേജർ ആയിട്ടുള്ള സംഭവം കിട്ടി ഇവിടെ അല്ലേ? മേജർ ആയിട്ടുള്ള കിട്ടിയത് ഇത് കിട്ടി. അപ്പൊ കൗണ്ടർ എന്നുള്ളത് നമ്മളെപ്പോഴും ഓർമ്മ വേണം അതിന്. അപ്പോൾ എടുക്കുമ്പോൾ കൗണ്ടർ എന്നുള്ള ഓർമ്മ. ഓക്കെ, ഓൾമോസ്റ്റ് ഇതാക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് അനാലിസിസിലേക്ക് പോവാം അല്ലേ? അനാലിസിസിലേക്ക് പോവാം. ഗോൾഡിലേക്ക് ഇപ്പൊ എടുത്ത ആൾക്കാർക്ക് 2 പേർക്കുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. രണ്ട് ട്രേഡിലുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്ത് പോവാം. ട്രയൽ ചെയ്ത് പോകുമ്പോൾ എനിക്ക് അത്ര പ്രോഫിറ്റ് വരെ എത്തിയതാണല്ലോ, അത്ര കിട്ടിയില്ലല്ലോ എന്നുള്ളതൊക്കെ തോന്നൽ വെച്ചിട്ട്, മാറ്റി വെച്ചിട്ട് ട്രയൽ ചെയ്ത് പോവാം കേട്ടോ. XAUSD. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു വീക്ക്ലി അനാലിസിസ് ഒക്കെ ഇപ്പൊ ഒരു ചടങ്ങ് പോലെ തോന്നുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തി തോന്നുമെങ്കിൽ ആർക്കെങ്കിലും വീക്ക്ലി അനാലിസിസ് അല്ലെങ്കിൽ ഡെയിലി അനാലിസിസ് ഒക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. ഓക്കെ, സവീഷ്, അഷ്റഫ്, അർജുൻ, സിരാൻ, സർഫ്രാസ്, ഷെല്ലി. എന്തുകൊണ്ടായിരിക്കും വീക്ക്ലി അനാലിസിസിനെ നിങ്ങൾ? കാരണം വീക്ക്ലി പെർഫോമൻസ് അനാലിസിസ് എന്താ നിങ്ങൾ വീക്ക്ലി അനാലിസിസ് എന്ന് വെച്ചാൽ വീക്ക്ലി പെർഫോമൻസ് റിവ്യൂവിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഈ ഫിഗർ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷനോ അതോ നമ്മുടെ പേര് വരുന്നു അല്ലെങ്കിൽ പേര് കേൾക്കുമ്പോൾ ഉള്ള ഒരു സംതൃപ്തിയോ അങ്ങനെ എന്തൊക്കെയായിരിക്കും നിങ്ങളിവിടെ കൊണ്ടുവരാനുള്ള സാധ്യത എന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറഞ്ഞ? സാർ, വീക്കിലിന്റെ കാര്യം പറയുകയാണെങ്കിലേ സാർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പേര് വരുന്നതിന്റെ സന്തോഷവും കാര്യങ്ങളൊന്നും അല്ല. മെയിൻലി എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഒരു പോസിറ്റീവ് തിങ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാർ, മൈൻഡ് ഒരു റിലാക്സേഷൻ വരുന്നുണ്ട് ആ സമയത്ത്. നമ്മൾ ഈ ഒരാഴ്ച മുഴുവൻ ട്രേഡ് ചെയ്ത് അന്ന് ഇപ്പം രാത്രിയാകുമ്പോൾ ഇരുന്ന് അപ്പൊ സാർ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് സാർ. ഇപ്പൊ സാർ ഇപ്പൊ 3 ദിവസം സാറെ കിട്ടാതെ കാരണത്താൽ എന്റെ മെന്റലി ഉള്ള ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് സാറ് ഡെയിലി ഉള്ള ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനിക്ക് ഈ കഴിഞ്ഞ 3 ദിവസം കിട്ടിയില്ല. അതുകൊണ്ടും കൂടി അതൊരു റീസൺ ആട്ടോ ഞാൻ ട്രേഡ് എടുക്കാത്തതിന്. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഈ പറഞ്ഞ വീക്കിലി അനാലിസിസും. കാരണം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഓവറോൾ എന്താ പറയാ ഒരു കുലിക്ക് മറിക്കലുണ്ടല്ലോ, അത് തന്നെയാണ് നടക്കുന്നത് ഈ വീക്കിലി അനാലിസിസ് എന്ന് പറയുമ്പോൾ. അതിന്റെ കൂടെ സാർ ഇപ്പം പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് വരും. വീക്കിലിയുള്ള എല്ലാവരുടെയും പെർഫോമൻസ് കാണുമ്പോഴും ഈവൻ എന്റെ പേഴ്സണലിലെ പെർഫോമൻസ് കാണുമ്പോൾ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് ഉപകാരപ്പെട്ട അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ കാരണം ഇത് തന്നെയാണ്. അതിന്റെ പുറമെ പ്രീ അനാലിസിസ് വീഡിയോ അതും അതിനും ഞാൻ വെയിറ്റ് ചെയ്യും. ഈ 3 ദിവസം എനിക്ക് കറക്റ്റ് മിസ് ആയിട്ടുണ്ട്. ഭയങ്കര ഒരു മിസ് ചെയ്ത സംഭവം തന്നെയാണ്.
അതെ. ഞാൻ സത്യത്തില് പറഞ്ഞാ ഭയങ്കര റിലാക്സ് ആയിരുന്നു 3 ദിവസം. എന്റെ മൊബൈലിലായിരുന്നല്ലോ. ഞാൻ ക്യാരി ചെയ്തിരുന്ന മൊബൈലായിരുന്നു. മൊബൈലിൽ എന്തില്ല വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പ് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ എനിക്ക് എപ്പോഴും മെസ്സേജുകൾ വരുമായിരുന്നു. ഇപ്പൊ വളരെ റെയർ ആയിട്ടാണ് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. എനിക്ക് മിക്കവാറും സനൂനാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര റിലാക്സ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല നെറ്റ്വർക്ക് വളരെ ഷോക്കായിട്ടുള്ള ഒരു സ്ഥലത്തും കൂടിയായിരുന്നു ഞാന്. അപ്പൊ ഒരു 3 ദിവസം ഭയങ്കര റിലാക്സ് ആയി. ഒന്നിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടായില്ല സത്യത്തില്. പിള്ളേരായിട്ട് ഇങ്ങനെ കളിച്ചു ഇതാക്കി നടക്കായിരുന്നു. എനിവേ വേറെ ആർക്കാണ് എന്താണ് സിനാൻ എന്ത് പറ്റി? സിനാൻ എന്തിനാണ് വെയിറ്റ് ചെയ്യണേ? എനിക്ക് സിനാന്റെ അറിയണം. എനിക്ക് യൂട്യൂബിൽ എന്റെ പേരാക്കാൻ പേര് കേൾക്കാല്ലേ? എന്റെ സൗണ്ട് ആക്കാൻ. ശബ്ദം കേൾക്കാതല്ലേ? കുഞ്ഞാണ് മോനെ, കുഞ്ഞാണ്. ഓക്കെ. കിഷോർ പറയും എന്തായാലും ഉള്ള പോലെ പറഞ്ഞോ. നമ്മൾ പോലെ ഇതൊന്നുമില്ല. ഉള്ള പോലെ പറഞ്ഞു. എന്താണ് സാറേ കിഷോർ ശബ്ദം ഓവറോള് പോയി. നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ മൊത്തത്തില് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യും, ഓരോ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യും. അപ്പൊ ഓവറോൾ നമ്മളെ തന്നെ നല്ല അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ആഴ്ച എന്തൊക്കെ സംഭവിച്ചേ, എവിടെയൊക്കെ ഫ്ലോപ്പ് ആയ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അറിയാൻ പറ്റുമല്ലേ? കിഷോർ ഇത്തിരി കൂടി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ. അഷ്റഫ് കുറച്ച് പേഴ്സണലും അത്യാവശ്യം മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്. ഐ മീൻ സിനാൻ ടോട്ടലി പേഴ്സണലാണ്. കിഷോർ എന്താ പറയാ ടോട്ടലി മെറ്റീരിയലിസ്റ്റിക് ആണ്. ഇനിയിപ്പോ ആരാ ഉള്ളത്? ഷെല്ലി പറയും. ഷെല്ലിന്റെ പേര് കേൾക്കാനുള്ളതാണോ നോക്കി നോക്കട്ടെ. ഷെല്ലി പറയും. എനിക്ക് കുറച്ച് പേഴ്സണലാ. കാരണം ഇപ്പോ ഫ്രൈഡേ ഈവനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫീസിൽ തിരക്കും ട്രെയിൻ ഇതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോ എല്ലാരും കൂടെ ഒന്ന് വർത്താനം പറയുമ്പോ രസമല്ലേ. യൂഷ്വലി ഫ്രൈഡേ ഒട്ടും കിട്ടാത്ത ആളായിരുന്നു ഷെല്ലി. ഷെല്ലി ഇപ്പൊ നാട്ടിലേക്ക് വരവില്ലേ? അല്ല, ഫ്രൈഡേ സാധാരണ ഒരു ട്രാവൽ ആയിരിക്കും, കാരണം ജോയിൻ ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ. ഞാൻ നിങ്ങളോട് ചോദിച്ച് ചുമ്മാ ഒരു ചോദ്യമല്ല. കാരണം നമ്മുടെ ഏറെക്കുറെ എന്താണ് ഇന്നിപ്പോ 20-ാം തീയതി ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ 3 മാസം കഴിയാണ്. ഓർക്കുന്നുണ്ടോ? 3 മാസം എന്തായിരുന്നു വെച്ചിരുന്നെന്നുള്ള ആർക്കെങ്കിലും ഓർക്കണ്ടോ? 5% ക്യാപിറ്റല്, 2.5 ക്യാപിറ്റല്. 2.5% ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി ഉള്ളൂ നമുക്ക്. ഒരാഴ്ച എക്സാക്ട്ലി ഒരാഴ്ചയും കൂടി ഉണ്ടാവും. നമുക്ക് 7 ദിവസം എന്ന് പറയുമ്പോൾ 27-ാം തീയതി ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ 3 മാസം കഴിയണം. അപ്പോൾ 3 മാസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി അനാലിസിസ് നടത്തുന്നുണ്ട്. മന്ത്ലി അനാലിസിസ് കഴിഞ്ഞ മാസം നമുക്ക് നടത്താൻ പറ്റിയില്ല. അതിന് മുന്നത്തെ മാസം നടത്തിയിരുന്നു. ഈ മാസം വരുമ്പോഴും മന്ത്ലി അനാലിസിസ് വരാണ്. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 3 മാസത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട്. ഒരാഴ്ച പോലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒരാഴ്ച 1-2 ആഴ്ച മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ട്. ചടച്ചിട്ടാണെങ്കിലും കുറേ ആൾക്കാർക്ക് ചടപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ മുന്നോട്ട് പോകല് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ സക്സസ് ആയാലും ഫെയിലിയർ ആയ ആളുകളും കഴിഞ്ഞ 3 മാസത്തെ നിങ്ങളുടെ തന്നെ സെൽഫ് റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആത്മാർത്ഥത്തോടുകൂടി നോക്കുന്ന ആളുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മാറ്റം എന്തായാലും കാണാൻ പറ്റും. ഓരോ വീക്കിലും ഡെയിലി അല്ലാതെ ഓരോ വീക്കിലും അപ്രോച്ച് ചെയ്ത് നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത് വഴി അതുവഴി ഉണ്ടാവുന്ന നിങ്ങളുടെ പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു ട്രേഡർ ആവാൻ 3 മാസം പോരെ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ട്രേഡർ ആവാൻ 3 മാസം പോരെ എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന പലർക്കും പറയാൻ പറ്റുമല്ലോ. ഇതുപോലൊരു 3 മാസം കിട്ടിയാൽ പോരെ? ഇതൊന്ന് കഴിഞ്ഞ 3 മാസമായിട്ട് അതാ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത ആരോ മൈക്ക് ഓൺ ചെയ്തിരുന്നു. പറഞ്ഞോ. സാറേ കേൾക്കുന്നുണ്ടോ വോയിസ്? കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. ഗുഡ് ആഫ്റ്റർനൂൺ. കയറാൻ കുറച്ച് വൈകി. ഞാൻ വീക്ക്ലി അനാലിസിസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഫസ്റ്റ് വീക്ക് ട്രേഡ് ആണല്ലോ. ഓക്കെ. അപ്പോ ഞാൻ കൈ നോക്കിയിട്ടുണ്ടായിരുന്നു, സാറിനോട് ചോദിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നത്. ഞാൻ എല്ലാരും കൈ പൊക്കിണ്ടായില്ല. എല്ലാരും സംസാരിച്ച നീണ്ടു പോകും, അതുകൊണ്ടാണ്. ഓക്കെ. എനിക്ക് ഈ ഒരു കാര്യം തോന്നുന്നത്, ഒന്ന് ആരോ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഇൻസ്പിറേഷൻ ആണ്. നമ്മളെ പേര് അവിടെ കേൾക്കുമ്പോൾ അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. നമ്മള് ചെയ്ത അബദ്ധങ്ങൾ മറ്റുള്ള ഒരാളുകളെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമ്പോഴുള്ള നമ്മളെ ഒരു സ്വയം ജാള്യത, അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തില് ഞാനിപ്പോ ഇത് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോ ഈ കേട്ട് മാത്രം പരിചയമുള്ള ഒരു കാര്യം ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അതാണ് ഇതിൽ ഏറ്റവും വലിയ. പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീക്കില് എനിക്കുണ്ടായ ഒരു എന്താ പറയാ, ഈ ട്രേഡ് എടുക്കണം എന്നുള്ള ഒരു ത്വരല്ല, നമ്മളെ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ട്രേഡ് എടുക്കണം എന്നുള്ള ആ ഒരു സംഭവം. സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രേഡർ ആവുക എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണല്ലോ. അതാണ് എനിക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റം.
മാറ്റം 3 അല്ലേ? മാസം കഴിയുമ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഒരു ട്രേഡറായി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ 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 ബിജു പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. എനിവേ നമ്മൾ അനാലിസിസിലേക്ക് കടക്കുകയാണ്. അനാലിസിസിലേക്ക് കടക്കുന്ന എല്ലാ സമയത്തും ചോദിക്കുന്നത് പോലെ തന്നെ ഈ ആഴ്ച പറഞ്ഞ് നമ്മൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുത്ത് എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ടാവും ഇവിടെ, എത്ര പേരുണ്ട് ഒന്ന് കൈബന്ധിച്ചേ. ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് എടുത്ത ആൾ 4 പേരോ 5 പേര് 6 പേര് 8 പേര് 10 പേര് 12 പേര്. മ്യൂട്ട് ചെയ്യാം 15 പേരാണ് ഇവിടെ കാണുന്നത്. 15 പേരുണ്ട്. 15 പേരിൽ ഇപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ വിൻ റേറ്റ് ആണ് ആദ്യം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വിൻ റേറ്റിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്ത ആളുകളെ കുറിച്ചിട്ട് മാത്രം, പ്രസന്റ് ആയിരിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ടോട്ടൽ നമുക്ക് 15 പേരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകളെന്നുള്ളത്. പക്ഷേ ആളുകൾ എത്തുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. 15 പേരിൽ ടോട്ടൽ 15 പേരിൽ എത്ര പേര് വിൻ ചെയ്തിട്ടുണ്ടെന്ന് കൈബന്ധിച്ച് ഒന്നുകൂടി കൈബന്ധിച്ചോ. 13 പേര് വിൻ ചെയ്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അഷ്റഫെ വീക്കിലി മിനിമം പെർസെൻറ്റേജ് എത്ര പേരായിട്ടുണ്ട്? 87 സാർ. 87%. ഞാൻ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൽ പുറത്തെടുത്ത ആളുകളുണ്ടായിരിക്കാം. നമുക്കതിപ്പോൾ വിൻ ചെയ്തിട്ടുണ്ട്. 13 പേര് വിൻ ചെയ്തിട്ടുണ്ട്. അതിൽ 13 പേര് വിൻ ചെയ്തതിൽ ഇപ്പോൾ നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ എന്താണ് 25%-ന്റെ മുകളിൽ അല്ലെങ്കിൽ 50%-ന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? 50%-ന്റെ മുകളിൽ ആരെങ്കിലും വിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ബിജു CH 50% ഉണ്ടോ? സ്ട്രാറ്റജി ഞാൻ ടോട്ടൽ 7 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1 ലോസ് അടിച്ചു. ഞാൻ പറഞ്ഞതല്ല, ടോട്ടൽ ക്യാപിറ്റലിൽ 50% നിങ്ങൾക്ക് മടങ്ങ് കിട്ടി. ഇല്ല 24.6%. ഓക്കെ ഞാൻ അതാണ് ചോദിക്കുന്നത് കേട്ടോ. 50% ആരും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത എത്രയാണ് നമുക്ക് പറയാനുള്ളത്? അടുത്ത് 50%, 40% to 50% ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ തവണ 50% ഉണ്ടായിരുന്നു, ഇത്തവണ അത് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഉണ്ടോ? 40 to 50% ആരെങ്കിലും ഉണ്ടോ? ആരും കാണാനില്ല. 30 to 40% ഉണ്ട് ആരെങ്കിലും? 30 to 40% അതും കാണാനില്ല. 25 to 30% ഉണ്ടോ? എത്ര പെർസെൻറ്റേജ് ഉണ്ട് അഷ്റഫ്? 27.5 സാർ. 25 എത്ര? 27? 27.5. 27.5. അപ്പോൾ 25% പ്ലസ് അല്ലേ? ഓക്കെ, 27.5 ഉണ്ടായിട്ടുണ്ട്. അഷ്റഫ് കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 31 ആയിരുന്നു സാർ. 31 ആയിരുന്നു. വിഷമണ്ട, ഒരു 4% പോയിന്റ്. ഇല്ല സാർ, വിഷമില്ല. കാരണം ഞാൻ ആകെ 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. അഷ്റഫ് 25%. ഷബീർ എത്ര പെർസെൻറ്റേജിന്? ഷബീർ എനിക്ക് അത് നോക്കില്ല. ഷബീർ എത്ര പെർസെൻറ്റേജിന്? ഷബീർ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. വരട്ടെട്ടാ, ഷബീറിന് വരട്ടെ. 25%. അപ്പോൾ പ്ലസ് ഷബീറുണ്ട്. ഷബീർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 20+% ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓർമ്മ. വേറെ ആരും ഇല്ലല്ലോ. ഇപ്പം 2 പേരാണ് ഇതിലുള്ളത്. 25% ആൻഡ് 20 to 25% ഉണ്ടോ? 21. ഓക്കെ, ലാസ്റ്റ് ടൈം 21. ബിജു പറഞ്ഞിരുന്നു. ബിജു വർഗീസ്, ബിജു വർഗീസ് പോൾ, മുഹമ്മദ് യാസർ. കൊള്ളാലോ. യാസർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. എത്രയായിരുന്നു യാസർ കഴിഞ്ഞ തവണ? ഞാൻ കഴിഞ്ഞ തവണ 25% ഉണ്ടായിരുന്നു. ഇത്തവണ 22.1%. അതായത് ഈ വീക്കിൽ ട്രേഡും കുറവായിരുന്നു എടുത്തത്. അതെ. ഓക്കെ, അപ്പൊ യാസറുണ്ട് പിന്നെ ആരുള്ളത്? പിന്നെ ബിജു ഉണ്ട്. ബിജു എത്ര പെർസെൻറ്റേജ് പറഞ്ഞു? 24%. 24.6. അത് ഞാനിപ്പോ ഈ ട്രേഡ് തുടങ്ങിയതോട് പെട്ടെന്ന് ക്ലോസ് ചെയ്തോണ്ടാ. ഈ 25 കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മാർക്കറ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും താഴത്ത് ഇപ്പോൾ ഗോൾഡ് മേടിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ കോടീശ്വരനായനെ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെയാണ്. എടുത്ത ട്രേഡിൽ മാത്രം. വർഗീസ് എത്ര ഉണ്ടായിരുന്നു? വർഗീസ് പോൾ. ഹലോ സാർ, നമസ്കാരം. എത്ര ഉണ്ടായിരുന്നു? അത് 23.97 ആണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തവണ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ. എത്ര ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണ ക്യാപിറ്റൽ 50 ഉണ്ടായുള്ളൂ. അത് 24 സംതിങ് ഉണ്ടായിരുന്നു. 24-27 ഉണ്ട്. ഇപ്പൊ എത്ര ഉണ്ടായിരുന്നു ക്യാപിറ്റൽ? ഇപ്പൊ 100 ഉണ്ട്. അതായിരുന്നു 100 ആയി. കഴിഞ്ഞ വീക്കിലായിരുന്നു 100 ആയി. 100 ആയി. കൂളല്ലേ ഇപ്പോ?
പോയ കാര്യങ്ങൾ ഇപ്പൊ കൂളായി തിരിച്ചെടുക്കണം. ഇപ്പൊ കൂളായി ഇപ്പൊ മൈൻഡ് സെറ്റ് ഒക്കെ കുറെ കൺട്രോളായി. ഇപ്പൊ ഈ Control വീക്കിൽ അല്ലേ? ആയിക്കൂടി 7 ട്രേഡ് എടുത്തിട്ടുള്ളൂ. 7 ട്രേഡ് എടുത്തതിൽ അത്യാവശ്യം പ്രോഫിറ്റ് അല്ലേ അതുകൊണ്ട് സാറിന്റെ സ്ട്രാറ്റജി വെച്ച് 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. എടുത്തിട്ടുള്ളൂ? ഓക്കെ ഓക്കെ, അതില് കുഴപ്പമില്ല. രണ്ടെണ്ണം മൊത്തത്തില് 2 ലോസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു ലോസേ പോയിട്ടുള്ളൂ. 2 ഓക്കെ ലോസേ പോയിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ. വർഗീസ് കൂളാവുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ മൈൻഡ് സെറ്റ് ഒക്കെ കുറെ കൺട്രോൾ ആയി. കൺട്രോളായി. ഓക്കെ. സനൂഫ് എത്ര എടുത്തു? 21%. 21%. എത്ര ട്രേഡ് എടുത്തിട്ടുണ്ടായി? നല്ലൊരു ഇതാണല്ലോ സനൂഫെ വന്നിട്ട് ആദ്യം ഒരു ഇതിൽ തന്നെ. ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് വീക്കാണ്. അതെ അതെ. എത്ര? ഓക്കെ, അവിടെ ഇരിക്കട്ടെ. സിനാൻ, ഓക്കെ ഓക്കെ, പറഞ്ഞല്ലോ 21% ആണ്. സിനാൻ എന്റെ തീരുമാനമായിട്ടില്ല. എന്താ വെറുതെ അല്ല കൈകൊണ്ടിരിക്കുന്നത്? ഏ? ഞാനിപ്പോഴത്തെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടില്ല. വേറെ ട്രേഡും കൂടി ഉണ്ട്. വലിയപ്പോ രക്ഷപ്രഭു ആവുന്ന തന്നെയാണല്ലേ. ഇതൊക്കെ കാണണം കേട്ടോ. ലോസ് വരുമ്പോ ഈ വായൊക്കെ അനുസരിച്ച് സംസാരിക്കുന്ന സംസാരമൊക്കെ കാണണം. ലോസ് വരുമ്പോഴൊക്കെ പ്രോഫിറ്റ് കിട്ടിയ സിനാൻ ഇവിടെ ഇളക്കി മറിക്കും. ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സിനാനെ ഈ വസ്തു ഇവിടെ കാണും കൂടില്ല. ഇപ്പത്തെ ഇതിൽ എത്ര പെർസെന്റേജ് ഉണ്ട് ഇപ്പൊ കറന്റ് ഈ ട്രേഡ് കൂട്ടാണ്ട്? 22. ഈ ട്രേഡ് കൂട്ടാണ്ട് 22 ഇല്ലേ? അതെന്തായാലും ലോസ് വരില്ലല്ലോ. രണ്ടിലും ഇതിൽ വേണമെന്ന് വെച്ചിട്ടില്ലേ? അതെ അതെ. അത് രണ്ടിലും കഴിഞ്ഞു 22. 22 കഴിഞ്ഞേക്കണം. അതല്ല ഞാൻ പറയും, ഇപ്പത്തെ രണ്ടും കൂട്ടാതെ 22% ഉണ്ടാ? ഉണ്ട്. ഉണ്ടോ? ആ 2 ട്രേഡും സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്നിട്ട് മറ്റേ ഇതിൽ വെച്ചിട്ടില്ലേ? വെച്ചാണ്. ഓക്കെ. ഇനി ബാക്കിയുള്ള വരുമ്പോ അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ല, പോയത് തിരിച്ചു കിട്ടിയോ? ഏറെക്കുറെ കിട്ടി. അപ്പൊ ആക്രാന്തം വേണ്ട കേട്ടോ. 2 ആഴ്ച നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ എത്ര? 4 പേര്. കഴിഞ്ഞ തവണ ഈ ഒരു പൊസിഷൻ, ഈ തവണ പൊസിഷൻ എന്ന് പറഞ്ഞാല് ഇതല്ലായിരുന്നു. ഐ മീൻ 25%ന്റെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നു. അടുത്ത് 50%ന്റെ എബോ ഉള്ള ആളുകൾ ഒന്നുകൂടി കഴിയുമ്പോൾ 50% to 20%. അതിന്റെ എബോ ആരെങ്കിലും ഉണ്ടോ? ശ്രീജിത്ത് എത്ര പെർസെന്റേജ് ഉണ്ട്? സാർ എനിക്ക് 27% മേളിലുണ്ട്. പക്ഷെ 2 ദിവസം കൊണ്ട് ആ കാശ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ ഒരു 15% ഉണ്ട്. 50% ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി തന്നെയാണോ? അതെ അതെ. എനിക്ക് സംശയമുണ്ട് സുജിത്തെ. കാരണം എന്താ വെച്ചാൽ സുജിത്ത് വരച്ചിടുന്ന പലതും കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സംശയം തോന്നാറുണ്ട്. സുജിത്ത് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. എനിവേ സുജിത്ത് കോൺഫിഡന്റ് ആയതുകൊണ്ട് ഞാൻ വിടുന്നുണ്ട്. എനിക്ക് സുജിത്ത് പറഞ്ഞു, ഞാൻ ഇവിടെ മുന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതില് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം. വെള്ളം ചേർക്കാറില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാവരും കേട്ടോ. കാരണം വരച്ചെടുക്കുന്നതിൽ എനിക്ക് സുജിത്തിനെ പിടുത്തം കിട്ടാതെ, അല്ലാണ്ട് തെറ്റല്ല ഞാൻ പറഞ്ഞു, പിടുത്തം കിട്ടാത്ത കുറെ ഏരിയാസ് എനിക്ക് കേട്ട പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ 50% എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 15 സോറി കേട്ടോ. ഓക്കെ. അടുത്തത് 10 to സുജിത്ത് മ്യൂട്ട് ചെയ്തോളൂ. 10% to 50% വരെ ആരെങ്കിലും ഉണ്ടോ? ഷെല്ലി എന്താ പുറകിലോട്ട് പോകണം? ഇപ്പൊ ബാക്കിൽ പണ്ടത്തെ ടീച്ചർ ചോദിക്കുന്ന പോലെ ഷെല്ലി എന്താ പുറകിലോട്ട് പോകണം? ഞാൻ ലോട്ട് സൈസ് കൂട്ടിയിട്ടില്ല. സ്റ്റഡി ആയിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ലോട്ട് സൈസ്. അപ്പൊ ക്യാപിറ്റലിന്റെ പെർസെന്റേജ് വെച്ച് കഴിഞ്ഞാൽ വീക്ക് കുറഞ്ഞു വരും. ക്യാപിറ്റലിന്റെ വലിയ ക്യാപിറ്റലാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് വരും. ഓക്കെ, കുഴപ്പമില്ല. ശല്യ ആയിട്ടുണ്ട്. സവീഷ് എത്ര പെർസെന്റേജ് ഉണ്ട്? ശല്യ എത്ര പെർസെന്റേജ്? 8 സംതിങ് ആണ്ടല്ലേ? 12 ഉണ്ടല്ലേ? സോറി 12. സവീഷ് എത്ര ഉണ്ട്? 11. സവീഷ് 11 ഉണ്ട്. ഓക്കെ. പിന്നെ ആരാ ഉള്ളത്? വൈശാഖൻ എത്ര ഉണ്ട്? വൈശാഖൻ 13 ഉണ്ട്. ആഷിഖ് എത്ര ഉണ്ട്? 13. ആഷിഖ് കഴിഞ്ഞ തവണ 13 ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ തവണ കുറച്ചുള്ളൂ. 11 അങ്ങാണ്ട് കണ്ട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. മുമ്പാണല്ലേ? പ്രോഫിറ്റ് അല്ലേ? ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പ്രോഫിറ്റ് അല്ലേ? സ്വന്തം ട്രേഡുകൾ എടുക്കുന്നുണ്ടോ അതിന്റെ ഇടയില്? ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കണമെന്നാണ്. എടുക്കുന്നുണ്ട്, പക്ഷെ അത് ലോസ് ഒക്കെയാണ് പോണത്. നമ്മളെടുക്കണത് വലിയ പ്രശ്നമല്ല. പഴയ പോലെ തന്നെ തലതിരിയുന്നുണ്ടോ? തിരിയാനുള്ള പരിപാടി എന്നാലും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആഷിഖിന് തന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള. ആഷിഖിന് തന്നെ അറിയാം. ഇനിയിപ്പോ തിരിച്ചു പോവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് തലയും അടിക്കണം എന്നറിയില്ലേ? അതാണ് അവസ്ഥ.
1 2 3 4 അല്ല അതൊക്കെ ശരിയാവും. ഒക്കെ ശരിയാവും. ഉം. ഇപ്പൊ 5 4 9 9 2 10 13 പേര് ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട്. 5 4 9 10 12 പേര് അല്ലേ? ഓക്കെ. 5 4 9 10 12 പേര്. ഇനി 5 to 5% എബോവ് ആരാ ഉള്ളത്? 5% ടു ഇത് വരുന്ന ആരാ ഉള്ളത്? കൈവന്നിട്ട് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ നല്ല പ്രോഫിറ്റ് കിട്ടിയതായിരുന്നല്ലോ. ഹരികൃഷ്ണൻ എന്ത് പറ്റിയതാ? പഴയ കുറച്ച് ലോസ് ഉണ്ട് സർ, അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കുക. റിക്കവർ ചെയ്തെടുക്കാണ്. അപ്പോൾ അത് നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? അത് തന്നെ സർ, 5.2 ഉണ്ട്. 5 സംതിങ് ഉണ്ട് അല്ലേ? ഷാജാൻ പറയിലോട്ട് പോയിട്ടാ നേരത്തെ സെലീനോട് പറഞ്ഞല്ലേ? എത്ര percentage? എത്ര 8%? അത് സത്യത്തില് പിറകിൽ പോയാല് വിഷമമുണ്ട്. പക്ഷെ എന്നാ പോലും എനിക്ക് ആ കിട്ടിയ വിൻ ചെയ്ത 2 നല്ല ഇതുണ്ടായിരുന്നു. അത് മാത്രം ഒരു 26% വന്നിരുന്നു. വന്നിരുന്നു അല്ലേ? ഇന്നലെ വെറുതെ ശരിക്കും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ അത് ഇട്ടിരുന്നു. പക്ഷെ എനിക്കൊരു കറക്റ്റ് ആണെന്ന് തോന്നിയത്. പക്ഷെ മെന്റലിയും കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ആദ്യത്തെ ഇത് കിട്ടിയതിന് ശേഷം പിന്നെ ആദ്യം ഒരു 2 സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2 വിൻ കഴിഞ്ഞപ്പോ നല്ല പ്രോഫിറ്റ് ആയി വന്നതാണ്. പിന്നെ നാളെ കൂടിയല്ലേ ഉള്ളൂന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഒന്ന് ഇരുന്നതാണ്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് എന്താ നമ്മുടെ കഴിവ് എന്തോന്ന് പരീക്ഷ നോക്കാൻ അല്ല, സൈക്കോളജിയുടെ ചെറിയ ഇനിയും കറക്റ്റ് ആവാനുണ്ട്. കാരണം ഞാൻ ഒന്നില് സ്റ്റോപ്പ് ലോസ് കുറച്ച് പുറകിലേക്ക് ഇറക്കി വെച്ചു, അതും അടിച്ചു പോയി. അല്ല, ഞാനൊരു കാര്യം പറയണ്ട കേട്ടോ. എനിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മ ഉണ്ടാവും എനിക്ക് ആക്ച്വലി ഷാജഹാനൊക്കെ വിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇപ്പൊ ഇതിലിപ്പോ ഷെല്ലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഷെല്ലി ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതുപോലെ അഷ്റഫ് ചെയ്യുന്ന സമയത്ത്, ഷബീർ ചെയ്യുന്ന സമയത്ത്, ഷബീർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വേറൊരു രീതിയിലാണ് കേട്ടോ. ഓരോരുത്തരും വെവ്വേറെ രീതിയാണ് കേട്ടോ അതിൽ പോകാൻ. അതുപോലെ സിനാൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ സന്തോഷം എന്ന് ഓരോരുത്തരെ ഞാൻ പേര് പറയും. അതുപോലെ ആഷിക്ക് ഷെല്ലി എന്ന് പറയുന്നത് ഇപ്പൊ തുടക്കം മുതൽ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. ഷെല്ലിയുടെ ഒരു കഥ പറയും ഇവിടെ ഉള്ള ആളുകൾ. ഷെല്ലി എന്ന് ട്രേഡ് എടുത്താലും അന്നൊക്കെ ലോസ് ആവും. നമ്മൾ ഡയറക്റ്റ് ലൈവിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഷെല്ലി ട്രേഡ് എടുക്കും. അന്നത്തെ ദിവസമൊക്കെ ലോസ് ആവും. ഷെല്ലി ലൈവിൽ വരാത്ത ദിവസങ്ങളിലൊക്കെ പ്രോഫിറ്റ് ആവും. ഒരു നിവൃത്തിയില്ലാണ്ട് ഷെല്ലി നല്ല രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് കാശ് കളഞ്ഞിട്ടുണ്ട്. ആ ഷെല്ലി കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആഷിക്കിന്റെ കാര്യം. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ആഷിക്ക് ഭയങ്കരമായിട്ട് ഓവർ ട്രേഡ് ചെയ്ത് ഭയങ്കര പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം നാട്ടിൽ നിന്ന് ഗൾഫിലെത്തിയ ആളാണ് ആഷിക്ക്. അപ്പൊ ആഷിക്കിന്റെ കാര്യത്തിൽ അതാണ് പ്രോഫിറ്റ്. സിനാന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാൻ വളരെ ചെറിയൊരാളാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കിഷോറിനെയും മാത്രമേ ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞായിരുന്നു. കിഷോറിന്റെ കാര്യം ഗ്രൂപ്പിൽ നിർത്തിയിരുന്ന ഒരാൾ കിഷോറായിരുന്നു. അതുപോലെ തന്നെ സിനാൻ ഒന്ന് തലതിരിഞ്ഞിരുന്നു. നല്ല രീതിയിൽ തലതിരിഞ്ഞു. കാരണം വളരെ പ്രായത്തിന്റെ സൈക്കോളജി ഇഷ്യൂസ് ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ അവനോടേയും പറഞ്ഞത് സംസാരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ലോസ് വരുമ്പോഴും നിങ്ങൾ സംസാരിക്കണം എന്നുള്ളത്. അഷ്റഫിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്റഫ് വളരെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്നതിനേക്കാൾ മുന്നേ മൊത്തത്തിൽ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരാളായിരുന്നു. വന്നിട്ട് ഒരൊറ്റ സ്റ്റിക്ക് ഒരു ആക്ഷനിലാണ്, ഐ മീൻ ഒറ്റപ്പെടുത്തത്തിലാണ്. നമ്മൾ പറയില്ലേ ഒരു സഡൻ ബ്രേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തത്തിൽ നിന്നിട്ട് അഷ്റഫ് ഭയങ്കര രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. ഷബീറിനെ സംബന്ധിച്ച് ഷബീർ ഭയങ്കര ബിസി മാനാണ്. അല്ലെങ്കിൽ ഷബീർ ചെയ്യുന്ന വർക്ക് ഭയങ്കരമായിട്ട് ഞാൻ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പറയുന്നില്ല, പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഷബീർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഷബീർ. എന്നിട്ടും അതിന്റെ ഇടയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഷാജഹാനിലോട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരു ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പറയാറില്ലേ? ഉണ്ട്. അപ്പൊ ഷാജഹാൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ള സംശയ പ്രകടിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? ബാക്കിയുള്ളവരും പറഞ്ഞിട്ടുണ്ടില്ല എന്നല്ല. പക്ഷെ അതിനൊക്കെ ഒരു കൂൾ മൈൻഡോട് കൂടിയിട്ട് ഓവർകം ചെയ്ത് വരുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്. എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ രീതിയിൽ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആളുകളെന്ന് ഞാൻ പറയുന്നല്ല, ഐ മീൻ താഴ്ത്തി പറയുന്നല്ല. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരും സൈക്കോളജി, ഡിഫറെന്റ് ആയ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് പറയുന്നതാണ് ഞാൻ. ഇതിൽ കുറെ ആൾക്കാരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അവരൊന്നും മനഃപൂർവ്വം വിട്ടുപോയതല്ല. മാത്രമല്ല ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന പല യങ്സ്റ്റർ, അതായത് ഷാജഹാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ മീൻ പ്രായം കുറച്ച് താഴെയുള്ള ആളുകളെക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് സൈക്കോളജിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. എനിക്ക് ഷാജഹാന്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണോ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല.
അപ്പോൾ അല്ല, അവിടെ അത് ഷാജാൻ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു സിസ്റ്റം ഇല്ലാതെ പോയിരുന്നത് ഇപ്പോഴാണ് ഈ സമയത്ത് ഇന്നതുണ്ട്, ഈ സമയത്ത് ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങള് അതിനനുസരിച്ച് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും തോന്നുന്നത് ഇപ്പോഴാണ്. മുമ്പ് അങ്ങനത്തെ അതെ ഒരു തോന്നലുണ്ടായില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഷാജാൻ അവിടെ ഇപ്പൊ 5% ആണെങ്കിലോ 6% ആണോ ഈവൻ 2-3% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താലും എന്നെ സംബന്ധിച്ചോ ഫ്രം മൈ സൈഡ് അല്ലെങ്കിൽ എന്നിൽ എന്തുണ്ടാവും, അത് ഭയങ്കരമായിട്ട് സന്തോഷം വരുത്തുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്ന ഇവരൊക്കെ പല പല ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ മുകളിൽ സൈക്കോളജി സെറ്റാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പരിപൂർണമായിട്ടല്ല, പക്ഷെ ഇവർക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും സൈക്കോളജിയിൽ സെറ്റാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷം വരുത്തുന്ന കാര്യം. അപ്പൊ ഈ ഈ പറഞ്ഞ മാതിരി ഉറച്ചിരിക്കുന്നതിന് കുറച്ചൊരു ഇളക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് കാണുമ്പോൾ പ്രശ്നം ഉണ്ടാവും, ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞ അല്ല ഉണ്ട് ഇല്ല എന്നല്ല, പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ ആക്ച്വലി ഞാനൊരു കാര്യം പറയാം, ലോസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു നിരാശ വരും. ലോസ് ഡെഫിനറ്റ്ലി നിരാശ വരും. ആ ലോസിനെ നമ്മൾ തടയിടുന്നതാണ് സ്റ്റോപ്പ് ലോസ്. എന്താണ് സ്റ്റോപ്പ് ലോസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ അല്ലെങ്കിൽ ക്ലാസ് തന്നെ എടുക്കാനുള്ള ഒരു ഇതുണ്ട്, ഞാൻ പ്ലാൻ ഇട്ടുണ്ട്. അതിന് സ്റ്റോപ്പ് ലോസ്, ആ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇറങ്ങി പോരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ലോസ് നിൽക്കുന്ന ഇതെന്താണെന്ന് അറിയോ, ലോസ് നിൽക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം വരെ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറങ്ങി എഴുന്നേൽക്കുന്ന 24 hours അതിന്റെ ഭാരം കുറയും. പക്ഷെ മറിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കണവനെ സംബന്ധിച്ചിടത്തോളം 100 ഇന്ന് ഉണ്ടാക്കി ഇനി നാളെ അവന് 200 ഉണ്ടാക്കാണ്ട് നിവർത്തിക്ക ഒരു വിധത്തിലും മനസ്സ് സമ്മതിക്കില്ല. ഇവിടെ എത്ര പേർക്ക് വന്നിട്ടുണ്ട്? 100 ഉണ്ടാക്കിയിട്ടെങ്കിൽ എന്തായിരിക്കും 200 ഉണ്ടാക്കാണ്ട് ഇവിടെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ആരും കൈവെക്കാണ്ടിരിക്കണ്ട. എനിക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കും വരുന്നുണ്ടോ? എല്ലാവർക്കും വരും. 100 ഉണ്ടാക്കിയെങ്കിൽ നാളെ 200, 250, 300. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണ്, ഉള്ളിൽ ഇത്ര കാലം കിടന്നിരുന്ന ലോസിനെ കുറിച്ചുള്ള അതിഭീകരമായിട്ട് നമ്മൾ ലോസ് വരുമ്പോൾ സമയത്ത് നമ്മൾ എടുത്തിരുന്ന പ്രതിജ്ഞകളുണ്ടാവും. ഭയങ്കര ഹാർഡായിട്ടുള്ള പ്രതിജ്ഞകളായിരിക്കും. ഇതിനിടയിൽ പറഞ്ഞു ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നു. കാരണം വേറൊരു ഇതിൽ ഞാൻ വായിച്ചിട്ട് അവര് സ്റ്റോപ്പ് ലോസ് പോലും യൂസ് ചെയ്തെന്ന് പറയും. ലോസ് എന്നുള്ള വേണ്ട, പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ്. അതെ ഞാൻ ഇതിന്റെ കാര്യം പ്രോഫിറ്റിന്റെ കാര്യം പറയാം. പ്രോഫിറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പ്രോഫിറ്റ് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒരിക്കലും ഒരു റിയാലിറ്റി ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കില്ല. നോക്കിക്കോളൂ, മിക്കവാറും റിയാലിറ്റി ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കില്ല. ഇപ്പൊ 5% പ്രോഫിറ്റ് ഉണ്ടാക്കി, 10% പ്രോഫിറ്റ് ഉണ്ടാക്കി, 15% പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ പിന്നത്തെ ആഴ്ച നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ നിൽക്കാനാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുക. ആഴ്ച എന്നല്ല, പിന്നത്തെ ദിവസം അല്ലെങ്കിൽ പിന്നത്തെ മണിക്കൂറോ അല്ലെങ്കിൽ പിന്നത്തെ മിനിറ്റിലും അങ്ങനെ ചിന്തിക്കുക. അവിടെ എന്ത് കിട്ടും? പണി ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ്, ഇപ്പോൾ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ് എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യും? എടുത്ത് കളയും. കാരണം നമ്മളെന്ത് ചെയ്യും? നമ്മുടെ മൈൻഡായിട്ട് നമ്മൾ തന്നെ ഒരു മിടുക്കനാവും. മാർക്കറ്റിലും മിടുക്കുകളോ ഒന്നും അല്ല ആക്ച്വലി. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആളുകളാണ് സക്സസ് ആവുന്നത്. മൂവ് ചെയ്യുന്നതനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആളുകളാണ് സക്സസ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട്. എക്സസീവ് ബാഗേജ് ആയ ആളുകൾ പലരും ഇപ്പോൾ പെട്ട് കിടക്കുന്നുണ്ട്. ഒരു ഉദാഹരണമാണ് ഹരി നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആയിരുന്നു. പെട്ടെന്ന് അതൊരു എക്സസീവ് ബാഗേജ് ആയി, കയ്യിൽ നിന്ന് പെട്ടെന്ന് പിടുത്തം വിട്ടുപോയി. അങ്ങനെയുള്ള വേറെ 1-2 പേര്, എനിക്ക് തോന്നുന്നു ശരത്താണോ അത് വേറൊരാളാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് പിടുത്തം വിട്ടു പോകും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകളോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടി മറന്നേക്കുക. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി അത് എൻ്റെ കഴിവ്, നിങ്ങളുടെ കഴിവ് തന്നെയാണ്, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. പക്ഷേ ആ കഴിവിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു നിങ്ങളുടെ സ്വഭാവം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്താതെ ശ്രമിക്കുക. കാരണം വല്ലാണ്ട് ഓവറായിട്ട് പ്രോഫിറ്റിലേക്കോ വല്ലാണ്ട് ഓവറായിട്ട് ലോസിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, അല്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറഞ്ഞു ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നിട്ടും ഈ ആഴ്ച കുറവായിട്ടും എന്റെ ട്രേഡിന്റെ നമ്പറുകൾ കുറവ് തന്നെയാണ്. ഇപ്പൊ 6 ട്രേഡിന് ടോട്ടലി ശരിക്കും പറഞ്ഞ എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോ മുമ്പത്തെ എന്റെ സിസ്റ്റം പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഇപ്പൊ ലോസ് 2 സ്റ്റോപ്പ് ലോസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് 4-5 എടുത്തിട്ട് എങ്ങനെയെങ്കിലും കവർ ചെയ്യാൻ ട്രൈ ചെയ്തേനെ. പക്ഷെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ മെന്റൽ ആയിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടല്ലോ. അതിന്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടല്ലോ. ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നതിലാണ് ഞാൻ ഷാജഹാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ആ ഒരു ഏജും കൂടി ഞാൻ കൂട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഏജും കൂടി കൂട്ടുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെയാണ് ബാക്കിയുള്ള ആളുകളോട് ഞാൻ പറയുന്നത് ഇൻസ്പിറേഷൻ ആവുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഇൻസ്പിറേഷൻ ആവുന്നത്. ഇവിടെ തോൽവിയോ അല്ലെങ്കിൽ എന്താണ് വലിയ തോൽവി ഇപ്പം എന്തായാലും 5-6% ഉള്ളൂ. ഷാജഹാൻ്റെ 5-6% എന്ന് പറയുന്നത് ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു ഫിഗറാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന അത്ര അത്യാവശ്യം നല്ല ക്യാപിറ്റലുള്ള ആളാണ്. അതിന് നല്ലൊരു ഫിഗറാണ്. 5-6% ഉള്ളൂ. എങ്കിൽ പോലും അത് ആ ഒരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പാത്ത് പിടുത്തം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് നിങ്ങൾ മിടുക്കനാണ്, അതിമനോഹരം അല്ലെങ്കിൽ പറയാം ഭയങ്കര മിടുക്കന്മാരാണെന്നുള്ള രീതിയിലാണ്. എനിക്ക് ആ പാത്ത് പിടുത്തം കിട്ടിയില്ലേ, ആ പാത്തിൽ ഫെയിലിയർ വന്നാലും തിരിച്ച് എനിക്ക് ആ പാത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഷാജഹാനെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടി പറയുന്നത്, മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫെയിലിയർ വരുന്ന സമയത്ത് എനിക്കൊരു നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ലോസ് എന്ന് പറഞ്ഞ പോലെ ആ പ്രൊട്ടക്റ്റീവ് ലോസിന്റെ താഴേക്ക് വരാൻ പാടില്ല എന്നുള്ള തീരുമാനം മാത്രം എടുത്താൽ മതി. നിങ്ങൾ അതിന്റെ തീരുമാനം എടുത്താൽ മതി. നോക്കിക്കോളൂ. ഇപ്പൊ പറഞ്ഞ ഒരാഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും, നെക്സ്റ്റ് വീക്ക് നിങ്ങൾ തിരിച്ചു വരും. അപ്പൊ അതിനെക്കുറിച്ചിട്ടൊന്നും ടെൻഷൻ ഇല്ലാതെ അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയാണ് പറയണ്ടോ? ഇനി വല്ലതും പറയണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ 15 പേര് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 14 പേര് എത്തി. നേരത്തെ ആരാ കൈപൊന്തിക്കാതെ എത്തിയ ഒരാള്? കൂടുതൽ കയറുന്ന ആളാരാ നേരത്തെ കൈപൊന്തിക്കാത്ത? 14 പേരില് ആരാ? ഷെയ്ത്താണോ? ആരൊരാള് ഹരികൃഷ്ണൻ കൈപൊന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ? ഇല്ലെന്ന് തോന്നുന്നു സാർ. ഞാൻ ഡ്യൂട്ടിയുടെ സമയത്ത് ശ്രദ്ധിച്ചില്ല. ഓക്കെ 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 ഹരി മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എനിവേ ഇത്രയാണ് വിൻ ചെയ്ത ആളുകൾ. ലോസ് ആയ ആളുകൾ ഉണ്ടായിരിക്കും ഇവിടെ. 2 പേരുണ്ട്. ആരൊക്കെയായിരുന്നു ലോസ് വന്ന 2 പേര്? ഒന്ന് കൈബന്ധിച്ചേ. ഈ ആഴ്ച ലോസ് വന്ന 2 പേര് ആരുമില്ലേ? അഭിജിത്ത് തന്നു, ശ്രീജിത്ത്. ശ്രീജിത്ത് വല്ല നേരത്തെ പ്രോഫിറ്റ് പറഞ്ഞത്, പിന്നെ വീണ്ടും അങ്ങനെ ലോസിലേക്ക് വരുന്നത്? സാർ എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു, ലോസ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാർ. നമുക്ക് പ്രോഫിറ്റ് വരും, ലോസ് വരും, കാര്യങ്ങളെല്ലാം വരും. പക്ഷെ എന്താ സാർ. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഓവറോൾ ആണ് നോക്കുന്നത്. ഓരോ ട്രേഡിലും നമുക്ക് പ്രോഫിറ്റ് എല്ലാം നോക്കുന്നത്. നമ്മൾ ഓവറോൾ ട്രേഡാണ് നോക്കുന്നത്. ഓവറോൾ ഈ ആഴ്ച നിങ്ങൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ലോസ് ക്ലിയർ ആണ് ആയോ? സാർ, ലോസ് ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ സീത്ത് ഞാൻ പറഞ്ഞല്ലോ, സീത്തിന് എന്താ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ സീത്തിന് കുറച്ച് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും വീഡിയോസ് പോയി കാണുക. ബേസിക്കലി എനിക്ക് തോന്നുന്നു സിസ്റ്റത്തിൽ കുറച്ച് പുറകിലോട്ട് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ എന്താണെന്ന് എനിക്ക് തോന്നിയത്. സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, കുറെ കൺഫ്യൂഷൻസ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീജിത്തിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സിസ്റ്റം വൈസ്, ഐ മീൻ എന്തെങ്കിലും ഡിസ്കോഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ട ഹെൽപ്പ് വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, അത് കാണാം. അത് കണ്ടു കഴിഞ്ഞിട്ട് ട്രേഡിംഗ് വ്യൂവിലോ മറ്റുള്ള കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സനുവിനൊരു മെസ്സേജ് അയച്ചാൽ മതി. സനു ഫ്രീ ഉള്ള സമയത്ത്, ഞാൻ പറയുന്നത് ഫ്രീ ഉള്ള സമയത്ത് സനു ശ്രീജിത്തായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കി തരും. ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ എന്തെങ്കിലും ഇതുണ്ടോ അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നതിൽ എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ശ്രീജിത്ത് തന്നെ ക്ലാസ്സിലും മറ്റുള്ള കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരാം കേട്ടോ. ഓക്കെ. പിന്നെ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ലോട്ടുകൾ ഇല്ലാതെ എടുക്കുക. ചെറിയ ചെറിയ ലോട്ടുകൾ 0.01 ലോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ക്വാണ്ടിറ്റിയിൽ നോക്കിയെടുക്കാം. അങ്ങനെ എടുക്കാം. സ്റ്റോപ്പ് ലോസ് വെച്ച് പഠിക്കാം കേട്ടോ. സ്റ്റോപ്പ് ലോസ് വെക്കണം, അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടായത് താഴോട്ടേക്ക് ഇറങ്ങണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. റുഗസ് മിണ്ടുന്നില്ലല്ലോ കുട്ടി, ഡ്യൂട്ടി കസ്റ്റമർ ഉണ്ട് സാർ. ഓക്കെ റുഗസ്. അഭിജിത്ത് പറയൂ, എന്ത് പറ്റി? സാറേ നല്ലൊരു ലോസിലാണ്. എങ്ങനെ വലിയ ലോസിൽ വന്നു? സ്റ്റോപ്പ് ലോസ് എന്തുകൊണ്ട് വെക്കില്ല? സ്റ്റോപ്പ് ലോസ് വെച്ചതിന്റെ അല്ല, ഞാൻ എടുത്തതിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാം കൂടെ ഒരു 10 ട്രേഡ് എടുത്തു, അതിന്റെ അകത്ത് 8 ലോസ് ആയിരുന്നു. പറഞ്ഞോളൂ. അല്ല സോറി, പറഞ്ഞോളൂ, എന്ത് പറ്റിയത് പറഞ്ഞാൽ മതി. എന്ത് പറ്റി? ഞാൻ കാണുന്ന മുഴുവൻ ട്രേഡ് ആയിരുന്നു. പിന്നെ അത് ഒന്ന് നോക്കി കഴിയാൻ നേരത്ത് അത് എടുക്കേണ്ട ട്രേഡ് അല്ലായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് എനിക്ക് തോന്നി. അതും എല്ലാം പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്തു.
1 മിനിറ്റില് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും തോന്നി. ഞാൻ വരച്ച ട്രെൻഡ് ലൈൻ പോലും റെസ്പെക്ട് ചെയ്യാതെ സ്റ്റോപ്പ് ലോസ് അടിക്കുമായിരുന്നു. സ്റ്റോപ്പ് ലോസ് അടിക്കായിരുന്നു. അപ്പോഴേ ആ എനിക്ക് അതാ തോന്നിയത്. എത്ര പെർസെന്റേജ് പോയിട്ടുണ്ട്? 13 13 ഉള്ളൂ. അതായത് 100ൽ നിന്ന് 13 അതോ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് 13 എങ്ങനെയാണ്? അല്ല എന്റെ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് 120 ഉണ്ടായിരുന്നു, അതിപ്പോ 104. $100 അല്ലേ ഇട്ടിരുന്നത്? $100 ഇട്ട്. അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, കൂളായിട്ട് ഇരിക്കുക. അഭിജിത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അഭിജിത്തിനോട് പറയാനുള്ളത്, കാരണം അഭിജിത്ത് ട്രേഡുകൾ ഒരുപാട് എടുക്കുന്ന ആളാണ്. അപ്പോൾ ട്രേഡുകൾ എടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അഭിജിത്ത് ഈ ഒരാഴ്ച എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒറ്റ ട്രേഡിലേക്ക് മാത്രം പോവാം. പെർഫെക്റ്റ് ട്രേഡ് എന്ന് പറയുന്ന ഒരു ട്രേഡ് ഇല്ല, ഒരു വിധത്തിലും പെർഫെക്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രേഡ് ഇല്ല. പക്ഷെ നമ്മുടെ ഒരു സെറ്റപ്പ് കിട്ടും, നിങ്ങൾക്ക് അഭിജിത്തിന് കിട്ടും. ഒരു ദിവസം ഈ ആഴ്ച എന്ന് വെച്ചാൽ വരുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഒരു ട്രേഡിലേക്ക് മാത്രം പോവുക. എന്നിട്ട് നല്ല ട്രേഡിലേക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡിലേക്ക് പോകാന്ന് പറയുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വെയിറ്റ് ചെയ്യരുത്. 1 മിനിറ്റിലോ 2 മിനിറ്റിലോ 3 മിനിറ്റിലോ ഒന്നും ട്രേഡ് എടുക്കരുത്. 15 മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുക്കുക, ബാക്കിയുള്ള ഒരു 4 ട്രേഡ് എങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക. മനസ്സിലായോ? ടോട്ടൽ 5 ട്രേഡ് മാർക്ക് ചെയ്ത് വെക്കുക, അതിൽ ഒരു ട്രേഡ് എടുക്കാം ഒരു ദിവസം. ക്ലിയർ ആവുന്നുണ്ടോ? 5 ട്രേഡ് ഒരു ദിവസം അഭിജിത്ത് ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക, അതിൽ ഒരു ട്രേഡ് എടുക്കുക. അങ്ങനെ 25 ട്രേഡിൽ വരുന്ന സമയത്ത് അഭിജിത്തിന് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ 5 ട്രേഡ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഞാനിപ്പോൾ ഓയിലും കൂടി ഉള്ളത് കൊണ്ടാണ് 5 ട്രേഡ് എന്ന് പറഞ്ഞത്. അഭിജിത്തിന് ഓയിൽ വേണമെങ്കിൽ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഗോൾഡിൽ തന്നെ എടുത്താൽ മതി. പക്ഷെ ഒന്ന് വരച്ച് വെച്ച് നോക്കുക. ഓയിലിനും ഇപ്പോൾ നമ്മളിപ്പോൾ അനാലിസിസ് ചെയ്യുന്നുണ്ടല്ലോ, അതിലൊന്ന് വരച്ച് വെച്ച് നോക്കാം. വരച്ച് വെച്ച് നോക്കുക. അപ്പോൾ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ദിവസം 5 ട്രേഡ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അഭിജിത്തിന് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അഭിജിത്തിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജീസ് അറിയാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു പ്രശ്നം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിജിത്ത് തുടങ്ങിയോടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, അല്ലേ? ഒരു പേടി ഇപ്പോഴും ഇല്ലേ? പേടിയുണ്ട്. പേടി ഇപ്പോഴും ഉണ്ട്. അത് തുടങ്ങിയോടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവിടുന്ന് ഒരുപാട് മുന്നോട്ട് വരേണ്ട സമയം കഴിഞ്ഞിരുന്നു. കാരണം ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞു, അല്ലേ? 2 മാസം കഴിഞ്ഞു. 2 മാസം ആകുന്നു. ഇപ്പൊ കറക്റ്റ് 2 മാസമായി. 2 മാസം കഴിഞ്ഞു. 2 മാസമായി. അപ്പോൾ മുന്നോട്ട് വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ടിപ്പാണ് കേട്ടോ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അഭിജിത്ത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അഭിജിത്തിന് സ്ട്രാറ്റജി അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ഒരു ഹറിബറി ഉണ്ട്. ഇപ്പൊ പോകുന്ന കേട്ടോ, ഇല്ലേ? എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ? ഇപ്പൊ വെയിറ്റ് ചെയ്യാറില്ല. പെട്ടെന്ന് കിട്ടി കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോരണം എന്നുള്ളത്. അതെന്ന് വെച്ചാൽ പണ്ടത്തെ അതേ മെത്തേഡ് തന്നെയാണ്. ആ പച്ച ക്യാനിൽ കാണുമ്പോൾ ബൈയും ചുവപ്പ ക്യാനിൽ കാണുമ്പോൾ എന്താണ് ലോസ് തന്നെയാണ്. അത് തന്നെ, ഐ മീൻ ബൈന്നല്ല, സെല്ല് തന്നെ, അതേ മെത്തേഡ് തന്നെ. അതിനിപ്പോ നമ്മളിപ്പോ സ്ട്രാറ്റജിക്ക് വന്നത് മാത്രം. ആ പറഞ്ഞ കറക്റ്റ് തേർഡ് പോയിന്റിലേക്കാണ്ട് എത്തുന്ന സമയത്ത് അതിന്റെ മുകളിലുള്ള സപ്പോർട്ടും താഴെയുള്ള റെസിസ്റ്റൻസും ഒക്കെ മറന്നു പോകണം. അപ്പൊ അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ മറന്നു പോവാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അഭിജിത്തിനോട് പറഞ്ഞു കൂളാവുക. കാരണം എന്ന് വെച്ചാൽ അഭിജിത്ത് വിചാരിക്കുക $4 അറ്റ്ലീസ്റ്റ് 300 രൂപയെങ്കിലും എന്തുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ പണിയിൽ 300 രൂപയെങ്കിലും ഉണ്ട്. ആ 300 രൂപ വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ നോക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒന്ന് എന്ത് ചെയ്യാം. 300 രൂപയാണ് പറഞ്ഞിട്ടോ, ഡോളർ അല്ല കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് $4 പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ മൈൻഡ് കൂളാക്കുക. കൂളാക്കി കഴിഞ്ഞിട്ട് ഒറ്റ ട്രേഡ് എടുത്താൽ മതി. ഞാൻ അഭിജിത്തിന് മാത്രമാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ഞാൻ തരും. ഫെയിലർ ആയ ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തരും. ഇപ്പോൾ സക്സസ് ആയ ആളുകൾക്ക് ഇതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പതുക്കെ ഓരോരോ ടാസ്ക് തരും. അപ്പൊ ഇത് അത്ര വലിയ ടാസ്ക് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. കാരണം അഭിജിത്ത് ഒരു ദിവസം 8ഉം 10ഉം ട്രേഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനെ മിനിമൈസ് ചെയ്ത് അതിന് ലിമിറ്റ് ചെയ്ത് അതിൽ തന്നെ ക്വാളിറ്റി ഉള്ള ട്രേഡ് ഓരോന്ന് എടുക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ക്വാളിറ്റി ഉള്ള ട്രേഡ് അതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത വെള്ളിയാഴ്ച വരുമ്പോ അഭിജിത്ത് അതിന്റെ മാറ്റം ഒന്ന് പറയാം കേട്ടോ. ഓക്കെ. റൂഗസ് പറഞ്ഞോളൂ. റൂഗസ് എന്ത് പറ്റി? ഒപ്പമുള്ള ആളുകളൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ലൂഗസ് രണ്ട് ട്രേഡ് എടുത്ത് രണ്ടും ലോസ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ട്രേഡ് ഒന്നും കിട്ടിയില്ല. ഞാൻ ആക്ച്വലി ഡ്യൂട്ടി കാരണം നമ്മൾ എനിക്ക് തോന്നുന്നുണ്ട് റൂഗസ് ഭയങ്കരമായിട്ട്
എടുക്കുന്ന ട്രേഡുകൾക്ക് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതെന്നല്ല. ഇപ്പൊ ഒരു ട്രേഡ് എടുക്കേണ്ട കാരണം ഡ്യൂട്ടി ആയിരിക്കും. നമുക്കായാലും എനിക്ക് അങ്ങനെയാണ്. കാരണം എനിക്ക് ഹറിബറി വന്നു കഴിഞ്ഞാൽ ട്രേഡ് ഞാൻ പൊതുവെ ഒഴിവാക്കും ഞാൻ. ഹറിബറി വന്നു കഴിഞ്ഞാൽ ട്രേഡ് ഒഴിവാക്കും. അപ്പോൾ ഒരു ഡ്യൂട്ടീൻ്റെ ഇടയിൽ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ റൂഗസ് ഒപ്പമുള്ള ആളുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ച റൂഗസ് ലോസിലാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടിക്കാം തിരിച്ചു പിടിക്കാം. സ്ട്രാറ്റജി ഒക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ വീഡിയോസ് ഒന്ന് കാണുക. വേണമെങ്കിൽ 2-3 ദിവസം ട്രേഡിങ് നിർത്തി വെച്ചോ. നിർത്തി വെച്ചോ. വേണമെങ്കിൽ ഒരാഴ്ച നിർത്തി വെച്ചോളൂ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് ട്രേഡ് എടുക്കാതിരിക്കാൻ എന്തെങ്കിലും മൈൻഡ് ഒരു ഇതുണ്ടോ, കൈവറണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ട്രേഡ് എടുക്കാതിരിക്കാനുള്ളതൊന്നുമില്ല. അപ്പൊ ഒരാഴ്ച പോയിട്ട് വീഡിയോസ് ഒന്നുകൂടി കാണാം. സ്ട്രാറ്റജി വീഡിയോസ് കറക്റ്റ് ആയിട്ട് ആക്ച്വലി ട്രേഡ് ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ സ്ട്രാറ്റജി വീഡിയോ ചില സമയത്ത് നമ്മള് എല്ലാം വരച്ചിടും. പക്ഷെ കറക്റ്റ് എൻട്രി വരുന്ന സമയത്ത് തിരക്കാകുമ്പോഴത്തേക്ക് എൻട്രി കിട്ടാറില്ല. അതാണ് പ്രശ്നം. ഓക്കെ, എടുക്കുന്നത് പണി കിട്ടുന്നുണ്ട്, എടുക്കാത്തതൊക്കെ സക്സസ് ആവുന്നുണ്ട്. അല്ല, ഒരാഴ്ച ഒരു കാര്യം ചെയ്യാം. ഒരാഴ്ച ഒന്ന് ഇതിന് വേണ്ടിയിട്ട് നോക്ക്. ഒന്ന് മാറിയത് കഴിഞ്ഞ 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ലോസ് അല്ലേ? ഒരാഴ്ച മാറി കഴിഞ്ഞ 2 ആഴ്ച പ്രോഫിറ്റ് ആയിരുന്നു. 2 ആഴ്ച പ്രോഫിറ്റ് ആയിരുന്നു. 3 ആഴ്ച ഓക്കെ. എന്തായാലും അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ 3 ആഴ്ച ലോസ് എന്നുള്ള ലെവലിലായിരുന്നു ഇരിക്കുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, മാറി നിൽക്കണ്ട. അടുത്ത ആഴ്ച ട്രേഡിന്റെ ഒന്ന് നോക്കി ട്രേഡ് എടുക്കുക. എനിക്കറിയാം നിങ്ങൾ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര, പ്രത്യേകിച്ചും ബിസി ആയിരുന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും എനിക്കറിയാം. നോക്കി ട്രേഡ് എടുക്കുക കേട്ടോ റൂഗസ്. ക്വാണ്ടിറ്റി കുറയ്ക്കാം. ആകെ 1-2 ട്രേഡ് ഡെയിലി എടുക്കണുള്ളൂ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി ക്വാണ്ടിറ്റി കുറയ്ക്കാന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. സ്ട്രാറ്റജി അനുസരിച്ച് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു കുറെ ട്രേഡുകൾ. പക്ഷേ സ്ട്രാറ്റജി 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സ്ട്രാറ്റജി കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഇടത്ത് കയറി എടുക്കുമ്പോൾ കുറെ പണി കിട്ടാറുണ്ട്. ചിലത് സക്സസ് ആവും. സ്വാഭാവികം. അതെ. ഓക്കെ, കുഴപ്പമില്ല. മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. നമുക്കിപ്പോ ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് പറയുന്നത് 2 ആളുണ്ട്. അഷ്റഫ് ഉണ്ട്, ഷബീർ ഉണ്ട്. ആസ് യൂഷ്വൽ അഷ്റഫിന്റെ പേര് എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ഷബീറിന്റെ പേരും കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷബീർ മിക്ക ആഴ്ചയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. 25% ആണ്. 25% പ്ലസ് എബോ ആണ്. അപ്പോൾ ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമൻസ് അവർ തന്നെയാണ്. ഡെഫിനറ്റ്ലി അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണം. അതിന് താഴെ യാസിർ ഉണ്ട്, ബിജു ഉണ്ട്, വർഗീസ് ഉണ്ട്, സനൂഫ് ഉണ്ട്, സിനാൻ ഉണ്ട്. ഇവർക്കും ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ സൈക്കോളജി ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഇതിലിപ്പോൾ എനിക്ക് സനൂഫിനോടാണ് എക്സ്പെഷ്യലി പറയാനുള്ളത്. പുതിയ ആളാണ്. ആ കാണുന്ന ഒരു ഫിഗർ അല്ലെങ്കിൽ ആ കാണുന്ന ഒരു ഇത് ചിലപ്പോൾ ഒരുപക്ഷെ സനൂഫിനെ നേരത്തെ ഷാജഹാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ സനൂഫിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ വശീകരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ മുകളിലേക്ക് എന്നുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള തത്വങ്ങൾ എല്ലാം മറന്നു പോകും. എന്ത് ചെയ്യും? വീണ്ടും പഴയ സ്റ്റേജിലേക്ക് തന്നെ പോകും. ഓവറായിട്ട് ട്രേഡ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. യാസിർ ഇത് സെയിം കാര്യം തന്നെയാണ് ബിജുവിനോടും പറയാനുള്ളത്. ബിജു ഉണ്ടായിരുന്നു അവിടെ. ബിജുവിനോടും പറയാനുള്ളത് ആദ്യത്തെ ആഴ്ചയാണ് ആ കാണുന്ന പ്രോഫിറ്റ് അടുത്ത ആഴ്ച നിലനിർത്തണം എന്നുള്ള വാശിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വാശിയും വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുന്നു. മാർക്കറ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഇറങ്ങിപ്പോരുന്നു. ഓക്കെ, നമുക്ക് ഒരു വാശിയും വെക്കേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ആഴ്ച ലോസ് ആണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കും. ഓക്കെ, യാസിർ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയൊരു പേരാണ് യാസിർ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. യാസിറും ടോട്ടലി ന്യൂ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾ യാസിർ ഇതുവരെ ട്രേഡ് എടുത്ത എല്ലാ ആഴ്ചയും പ്രോഫിറ്റ് ആണ്. അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് ജനറേറ്റും ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. സിനാൻ എന്ത് പറയുന്നതായിരുന്നു? ഞാൻ സിനാനും ഓവർ കോൺഫിഡൻസ് കുറയ്ക്കണം. കാര്യങ്ങൾക്ക് ആ ട്രാക്കിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഒരു എനർജി ഉണ്ടല്ലോ. ആ എനർജി ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഓരോ തിരിച്ചടി കിട്ടുമ്പോഴും നമ്മളത് കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് നല്ലൊരു ഏജിൽ നിൽക്കുന്ന ആളാണ്, നമ്മളെ പോലെ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്താണ് ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കുക. 2 ആഴ്ച ആയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ആഴ്ച ആയില്ലേ ഇപ്പോൾ പ്രോഫിറ്റ്? 2 ആഴ്ച 3 ആഴ്ച. ഓക്കെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. സിനാപ്പ് ഏറെക്കുറെ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മാസം കൊണ്ട് നഷ്ടപ്പെടുത്തിയതാണ് ഇപ്പൊ തിരിച്ചു പിടിച്ചത്? 2 ആഴ്ച കൊണ്ട്. ഞാൻ തുടങ്ങിയന്ന് മുതലേ തുടങ്ങിയെന്നതിൽ ഇപ്പൊ എത്ര ശതമാനം തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും? ശതമാനം പറഞ്ഞാൽ മതി. അല്ല, ഒരു 30% ഒക്കെ കഴിഞ്ഞ എത്ര ഉണ്ട്? 10% ഒക്കെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ.
10% പിടിച്ചിട്ടുണ്ടാവും. ഓ കുഴപ്പമില്ല, പതുക്കെ പിടിച്ചാൽ മതി. ഞാൻ വിചാരിച്ചു വലിയ കുറേ പിടിച്ചു എന്നുള്ളത്. ഓക്കെ കുഴപ്പമില്ല, പതുക്കെ പിടിച്ചാൽ മതി. അപ്പോൾ ഓവർ കോൺഫിഡൻറ്റ് ഇല്ലാതെ പതുക്കെ പതുക്കെ പോവാം. കിട്ടും, കിട്ടാതിരിക്കില്ല സിനാൻ, കിട്ടും കേട്ടോ. ഷെല്ലി, സവീഷ്, വൈശാഖൻ, ആഷിഖ്. സവീഷ് അതിൻ്റെ ഇടയിലൊന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സവീഷും ഷെല്ലിനോടും എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അറിയാവുന്ന കാര്യം. വൈശാഖിനോടും പറയേണ്ട കാര്യമില്ല. എപ്പോഴും ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു എപ്പോഴെങ്കിലും ടോപ്പിൽ അല്ലെങ്കിൽ മിഡിൽ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് വൈശാഖ്. ആൻഡ് ആഷിഖിനോട് സവീഷിനോട് പറയാനുള്ളത് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ആഷിഖ് തന്നെ സ്വയം മനസ്സിലാക്കി എൻ്റെ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്. ഓക്കെ. ഹരി ആൻഡ് ഷാജഹാൻ, എനിക്കും അവരോട് പറയാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം ഹരി വലിയൊരു ലോസിലേക്ക് വരുത്തിയിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ഭയങ്കര ശ്രമമാണ്. അപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഹരി. ഞാൻ പറഞ്ഞല്ലോ, ഓവറായിട്ട് ബാധ്യത വരരുത്. ഷാജഹാനോടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാനുള്ള ഒറ്റ കാര്യം തന്നെയാണ്, ഇപ്പോൾ പോണ സൈക്കോളജി മെയിൻറ്റെയിൻ ചെയ്യുക. പോവരുത്, കയ്യിൽ നിന്ന് പോവരുത്. നല്ലപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തായാലും സക്സസ് വരും. അത് വളരെ കൂൾ മൈൻഡിലോട്ട് തന്നെ മാത്രം എടുക്കുക. കാര്യങ്ങൾ ഒക്കെ സക്സസിലോട്ട് വരും. ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ 16 പേരിൽ 13 പേരാണ്. ഒന്ന് ഷാജഹാൻ അഷ്റഫ് ഒന്ന് നോക്കിയാൽ എത്ര പെർസെന്റേജ് ഉണ്ട്? 16 13 പേരാണെങ്കിൽ ശതമാനമാണ്. 80 പറ്റും, കുഴപ്പമില്ല. വീക്കിലി 82 എന്ന് പറയുന്നത് ചെറിയൊരു ഇതൊന്നുമല്ല. എങ്കിലും ഈ പ്രാവശ്യത്തെ ടോപ്പ് പെർഫോമർ എന്ന് പറയുമ്പോൾ 25% ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടി 25% കാര്യങ്ങൾ പറഞ്ഞ് അവരെ അഭിനന്ദിക്കാം അല്ലേ. ഇനി ഇപ്പൊ ലോസ് വന്ന ആളുകളോട്, ലോസ് വരും, മാർക്കറ്റ് ഇതാണ്, ലോസ് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചിലവർ പെട്ടെന്ന് അതിൽ നിന്ന് മാറി വരും, ചിലവർ ലോസിന്റെ ഒപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലനിൽക്കാനുള്ള ഒരു മൈൻഡ് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നിലനിൽക്കാനുള്ള മൈൻഡ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലോസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ചെറിയ ലോസിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ട്രേഡുകളിലേക്ക്, കുറേ ട്രേഡിൽ നിന്ന് കുറച്ച് ചെറിയ ട്രേഡുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ട്രേഡുകളിലേക്ക് നിങ്ങൾ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഇതിലിരിക്കുന്ന ഇപ്പൊ നമ്മളിപ്പോൾ സക്സസ് കണ്ട 13 പേരിലും 13 പേരും അങ്ങനെ തന്നെ വന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ അവർക്ക് ലോസ് കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന ആളുകളൊക്കെ തന്നെയാണ്. നിങ്ങളും അതിലേക്ക് തന്നെ എത്തും. എനിവേ അടുത്ത ആഴ്ച മുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആഴ്ചയിലെ പെർഫോമൻസ് കിട്ടിയ സക്സസ് ആയ എല്ലാവർക്കും കൂടി അഭിനന്ദനങ്ങൾ. മറ്റുള്ള ആളുകളോട് എന്താ പറയുക, പോരാടുക, വിജയിക്കുക, അത്രേ ഉള്ളൂ അല്ലേ. പോരാടുക എന്ന് വെച്ചാൽ ഭയങ്കര രീതിയിലുള്ള പോരാട്ടമല്ല ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോരാടുക. മാർക്കറ്റുമായിട്ടുള്ള ഒരു യുദ്ധമല്ല കേട്ടോ. ഓക്കെ.